നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ പുതിയ പൊളിറ്റിക്കൽ സയൻസിനായുള്ള 12ാം ക്ലാസ് പാഠപുസ്തകത്തിൽ അയോധ്യയിലെ ബാബറി മസ്ജിദിന്റെ പേര് പരാമർശിച്ചിട്ടില്ലെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. 16ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനറൽ മിർ ബാഗി, ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് നിർമ്മിച്ച 3 താഴികക്കുടങ്ങൾ എന്നാണ് പാഠപുസ്തകം അതിനെ പരാമർശിക്കുന്നത്. ഘടനയുടെ അകതളങ്ങളിലും ബാഹ്യഭാഗങ്ങളിലും ഹിന്ദു ചിഹ്നങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും ദൃശ്യമായ പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പാഠപുസ്തകത്തിൽ പറയുന്നു. 16ാം നൂറ്റാണ്ടിൽ മിർ ബാഗി പണികഴിപ്പിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകം ബാബറി മസ്ജിദിനെ പരാമർശിക്കുന്നത്. 1992 ഡിസംബറിൽ ഹിന്ദുത്വ തീവ്രവാദികൾ ബാബറി മസ്ജിദ് തകർത്തത് അത് ഹിന്ദു ദൈവമായ രാമൻ ജനിച്ച സ്ഥലത്താണെന്ന് അവർ വിശ്വസിച്ചതിനാലാണ്. സംഭവം രാജ്യത്തുടനീളം വർഗീയ കലാപത്തിന് കാരണമായിരുന്നു. മസ്ജിദ് തകർത്ത സ്ഥലത്താണ് ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നത്. ജനുവരി 22-ന് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. പുതിയ NCERT പാഠപുസ്തകത്തിൽ അയോധ്യയെക്കുറിച്ചുള്ള ഭാഗം 4-ൽ നിന്ന് 2 പേജായി കുറച്ചതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു.